NSS കൈത്താങ്ങ് ഉപജീവന പദ്ധതിയുടെ ഉദ്ഘാടനം കീഴിലം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. നോട്ട് മീ ബട്ട് യു എന്ന ആശയത്തിൽ അടിയുറച്ച് പരോപകാരാർത്ഥം വർദ്ധിക്കുന്ന യുവജനങ്ങൾ അണിനിരക്കുന്ന ഒരു ശക്തമായ സംഘടനയാണ് NSS. കീഴിലം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് നടത്തുന്ന കൈത്താങ്ങ് പദ്ധതിയിലൂടെ ഉപജീവനത്തിനായി 6 കുടുംബങ്ങൾക്ക് ആട്ടിൻകുട്ടികളെ വിതരണം ചെയ്തു. MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നംപള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ബിജു സ്വാഗതം പറഞ്ഞു. NSS പ്രോഗ്രാം ഓഫീസർ സൂസൻ എബ്രഹാം പദ്ധതി വിശദീകരണം നടത്തി. സ്കൂൾ PTA പ്രസിഡന്റ് അബൂബക്കർ പോഞ്ഞാശ്ശേരി അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ NSSന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകർന്ന് കൂടെ നിന്ന പ്രിൻസിപ്പൽ, NSS പ്രോഗ്രാം ഓഫീസർ, PTA പ്രസിഡന്റ്, വാർഡ് മെമ്പർ എന്നിവർക്ക് നന്ദി രേഖപ്പെടുത്തി. വാർഡ് മെമ്പർ PV ചെറിയാൻ, പെരുമ്പാവൂർ ക്ലസ്റ്റർ കൺവീനർ സൂരജ D എന്നിവർ ആശംസകൾ നേർന്നു. വോളണ്ടിയർ ലീഡർ കീർത്തി ദ്രാവിഡ് ഷാൻ കൃതജ്ഞത രേഖപ്പെടുത്തി. NSSന്റെ നേതൃത്വത്തിൽ നിരവധി പ്രോജക്റ്റുകൾ ഇതിനു മുമ്പ് പാലിയേറ്റീവ് കെയർ രംഗത്ത് ആവശ്യമുള്ളവർക്ക് കട്ടിൽ, വീൽ ചെയർ ഒക്കെ കൊടുക്കുന്ന പദ്ധതി വളരെ വിജയകരമായി നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു. നിരവധി ആവശ്യക്കാർ ദിവസവും വന്ന് സ്കൂളിൽ വന്ന് ഇത് കൊണ്ടുപോവുകയും ആവശ്യം കഴിഞ്ഞ് തിരിച്ചു തരികയും ചെയ്യുന്നു. ഇതിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ഒരു കുടുക്ക അവർക്ക് കൊടുത്തിരുന്നു. അതിൽ നിക്ഷേപിച്ച പൈസയാണ് പ്രധാനമായിട്ടും ഈ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിച്ചത്. അതോടൊപ്പം തന്നെ അധ്യാപകരും അനധ്യാപകരും എല്ലാ അഭ്യുദയകാംക്ഷികളുടെയും സഹായം ഇതിനു വേണ്ടിയുണ്ട്. തുടർന്നും നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് ആഗ്രഹിക്കുന്നു. ക്രിസ്മസിന് നിരവധി ദത്ത് ഗ്രാമത്തിൽ 20ഓളം വീടുകളിൽ ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കുന്നതിന് നാഷണൽ സർവീസ് സ്കീമിൻ്റെ നേതൃത്വത്തിൽ സാധിച്ചു. നാളിതുവരെ സ്കൂളുകളിൽ നടന്നിട്ടില്ലാത്ത രൂപത്തിലുള്ള വിവിധങ്ങളായ പരിപാടികളാണ് NSSും PTAയും ഏറ്റെടുത്തിട്ടുള്ളത്. നേരത്തെയും ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു സ്കൂളാണ് കീഴിലം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇനിയും ഒട്ടേറെ ഇതുപോലെ ജനോപകാരമായ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു വരികയാണ്. വിവിധങ്ങളായ പദ്ധതികൾക്ക് PTAയും NSSും ഇവിടുത്തെ സ്കൂൾ അധ്യാപകരും പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ വിപുലമായ പദ്ധതികൾ നടന്നു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കീഴിലം.